ഇന്ത്യ ഒരു 114ഓളം റഫേൽ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അത് 4.5 ജനറേഷൻ വിമാനങ്ങളല്ലേ? എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ പോകും? ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ F-35 ഇതിനെ പരിചയപ്പെടാൻ എളുപ്പമാണ്. കുറച്ച് നാൾ നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്ന് കിടന്നിരുന്നു. മഴയും വെയിലും വലിയ വാർത്തയായ സാധനം. ശംഖുമുഖത്ത് പോകുന്ന വഴി. അതെ അതെ, ഈ ലോകത്തെ ഏറ്റവും വില കൂടിയ യുദ്ധവിമാനവും കൂടിയാണ്, ഏറ്റവും സാങ്കേതികമായിട്ട് മുൻപന്തിയിലുള്ളതാണ്. അപ്പോൾ അതാണ് നമുക്ക് വാങ്ങേണ്ടത് വാസ്തവത്തിൽ, 5ാം തലമുറയിൽപ്പെട്ട. അതിന് കാരണമുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും. അതിൽ ചൈനയുടെ കാര്യം തന്നെ എടുക്കാം. ചൈനയുടെ കയ്യിൽ 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമുണ്ട്. അത് മാത്രമല്ല, അത് പകുതി വിലയ്ക്ക് അവർ പാകിസ്ഥാന് കൊടുക്കാനും തയ്യാറാണ്. കൊടുത്തു എന്നാണ് അറിവ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവർ പെട്ടെന്ന് പോയി ചൈനയുടെ കയ്യിൽ നിന്ന് അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന് കൊടുക്കുന്നതിനാണ് താല്പര്യം. കാര്യം ചൈനയുടെ ഒരു മാർക്കറ്റാണ് പാകിസ്ഥാൻ. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ. അപ്പോൾ ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തുക്കളായ 2 രാജ്യങ്ങളുടെ കയ്യിൽ 5ാം തലമുറ വിമാനമുണ്ട്. ബംഗ്ലാദേശ് എപ്പോഴാണ് ഇവരുടെ കൂടെ കൂടിയിട്ട് നമുക്കെതിരെ പണിയാന്ന് നമുക്ക് സംശയമുണ്ട്, ആശങ്കയുണ്ട്. കാര്യം പഴയ ബംഗ്ലാദേശ് അല്ലല്ലോ. അപ്പോൾ നമ്മുടെ ശത്രുക്കളുടെ എണ്ണം കൂടുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കക്ഷിയും കൂടിയുണ്ട്, തുർക്കി. ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തുർക്കിക്ക് ചെറിയൊരു അസുഖം ചെറുതായിട്ട് പാകിസ്ഥാനെ അവിടുന്ന് കൊടുത്ത ഡ്രോണൊക്കെ എടുത്തിട്ടാണ് തുർക്കി നിർമ്മിത ഡ്രോണുകളാണ് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ ഇന്ത്യയുടെ ശത്രുക്കളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് 5ാം തലമുറയിൽപ്പെട്ട വിമാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം, നമ്മുടെ ആവശ്യം അതാണ്. പിന്നെ എന്തിന് നമ്മൾ ഈ 4.5 തലമുറയിൽപ്പെട്ട ഈ റഫേൽ വാങ്ങുന്നു? ഈ റഫേലിനെ കുറിച്ച് പലർക്കും ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്, അതിൽ കുറേയൊക്കെ വാസ്തവമാണ്. അപ്പോൾ ഇതിന് തൃപ്തികരമായ മറുപടി നമ്മുടെ കയ്യിലുണ്ട്. കാരണം ഈ റഫേലിൻ്റെ പ്രകടന മികവിൽ നമ്മുടെ ഇന്ത്യൻ വ്യോമസേന തൃപ്തരാണ്. ഒന്ന് പ്രധാന കാരണം അതാണ്. ഈ കൈക്കിണങ്ങിയ ആയുധം എന്നൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ അതേപോലെ റഫേൽ നമുക്ക് ഓക്കെയാണ്. 2, നമുക്ക് മറ്റ് 2 ഓപ്ഷൻ കൂടിയുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ റഷ്യയിൽ നിന്ന് സുഖോയ് 57 അത് ഒരു 5ാം തലമുറ വിമാനമായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം. അങ്ങനെ സുഖോയ് വാങ്ങാം. സുഖോയ് 57 വാങ്ങാം. റഷ്യക്ക് സന്തോഷമേ ഉള്ളൂ, തീർച്ചയായിട്ടും അവർ തരാൻ തയ്യാറാണ്. അടുത്ത ഓപ്ഷൻ അമേരിക്കയുടെ കയ്യിൽ നിന്ന് F-35 വാങ്ങുക. നമ്മളിത് ചോദിക്കേണ്ട താമസം തരാനായിട്ട് ട്രംപ് തയ്യാറാണ്. കാര്യം അത് ഒരു വിറ്റഴിക്കുക എന്നുള്ളതാണ്, ബിസിനസ് താല്പര്യം. അത് വിറ്റഴിക്കുക. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞത് മറ്റേ തിരുവനന്തപുരത്തുള്ള എയർപോർട്ടുകാരോട് ചോദിച്ചാൽ മനസ്സിലാകും. കാര്യം ഇത് എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിഞ്ഞു പോകും. കാര്യം ഇത് വാങ്ങിച്ചവരൊക്കെ പെട്ട് നിന്ന് ഒരു ചരിത്രമുണ്ട്. കാര്യം ഇത് അതിൻ്റെ ഫെസിലിറ്റീസ് ഉള്ള പോലെ തന്നെ അതിൻ്റെ ഡ്രോബാക്സും ഉണ്ട്. കാര്യം ഒരുപാട് സാങ്കേതിക സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മര്യാദക്ക് അത് പറപ്പിക്കാനും പറ്റുന്നില്ല എന്നാണ് അത് വാങ്ങിയവരുടെ പരാതി. അതെ, പക്ഷേ അവർ മറ്റേ ഈ പുതിയ വണ്ടി എടുക്കുമ്പോൾ 5 ഫ്രീ സർവീസ് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അത്തരം ഓഫറൊക്കെ കൊടുത്തിട്ടാണ് പലരുടെ തലയിൽ ഇത് കെട്ടിവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പ്രതിരോധ വിദഗ്ധർ കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തു, ഒരു കാരണവശാലും F-35 വാങ്ങരുത്. അത് ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ട്, കൂടാതെ വലിയ സാമ്പത്തിക ചെലവുമുണ്ട്, ഭീമമായ തുകയാണ് അതിന് കൊടുക്കേണ്ടി വരിക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും റഷ്യ നമ്മുടെ നല്ലൊരു ഉറ്റ പങ്കാളിയാണ്. റഷ്യയിൽ നിന്ന് സുഖോയ് 57 നമുക്ക് വാങ്ങാം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, റഷ്യക്ക് വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര ഉപരോധം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അമേരിക്ക അറിയാമല്ലോ, ഈ യുക്രൈനുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ ഉപരോധമുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഈ സാധനം കിട്ടില്ല, നമുക്ക് അടിയന്തരമായി വേണം. ഞാൻ പറഞ്ഞല്ലോ, ശത്രുക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചോദിച്ച സമയത്ത് ഇത് കിട്ടില്ല. ഇനി കിട്ടിയാൽ തന്നെയും ഇതിൽ ഉപയോഗിക്കുന്ന ചില ആയുധങ്ങളുണ്ട്, ഈ വിമാനവുമായിട്ട് ഘടിപ്പിക്കേണ്ട ആയുധങ്ങൾ. ആ ആയുധങ്ങളുടെ സപ്ലൈയും നമ്മൾ ഉറപ്പുവരുത്തണം. അതും റഷ്യ തന്നെ ഇപ്പോൾ ഉക്രൈനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതിലും നമുക്കൊരാശങ്കയുണ്ട്. അപ്പോഴാണ് നമുക്ക് ഫ്രാൻസിൻ്റെ കാര്യത്തിൽ, ഫ്രാൻസ് അവസരോചിതമായിട്ട് അവർ ഉയർന്നു. നമുക്ക് ഈ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റഫേലിനെ കുറിച്ച് ചില ആക്ഷേപങ്ങളുണ്ട്, അതിൽ ചില വാസ്തവമുണ്ടെന്ന്. കാരണം ഈ റഫേലിന് അവരുടേതായ ചില ആയുധങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. നമുക്ക് നിലവിൽ 36 റഫേൽ വിമാനങ്ങളാണ് ഉള്ളത്. ഈ ഫ്രാൻസ് തന്ന ചില ആയുധങ്ങൾ, സ്കാൽപ്പ് എന്നൊക്കെ പറയുന്ന ചില മിസൈലുകളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തമായ ചില മിസൈലുകളുണ്ട്. ഈ പിന്നെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിലടക്കം വിജയം വരിച്ച ചില മിസൈലുകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് ഈ റഫേലുമായിട്ട് കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത, അതായത് ഇപ്പോൾ ഈ വിമാനത്തിൻ്റെ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ആ സംഗതി കൈമാറിയാൽ
അത് ഒരു രഹസ്യ സ്വഭാവമുള്ളതാണ്. അത് ഒരിക്കലും ഒരു വിമാന നിർമ്മാണ കമ്പനികൾ അല്ലെങ്കിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് കൊടുക്കാറില്ല. അപ്പോൾ അത് കിട്ടിയാലേ നമുക്ക് നമ്മുടെ സ്വന്തം ആയുധങ്ങൾ അതുമായിട്ട് സംയോജിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ കാര്യത്തിലൊക്കെ ഇപ്പോൾ ഫ്രാൻസ് ചില വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ ഇന്ത്യയുമായി സംയുക്തമായിട്ട് ഈ വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാം എന്നൊരു വ്യവസ്ഥയും വെച്ചിട്ടുണ്ട്. ഈ ഫ്രാൻസിലെ ദസോത്ത് ഏവിയേഷൻസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ റഫേൽ നിർമ്മിക്കുന്നത്. അവർ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫ്രാൻസിന് പുറത്തൊരു രാജ്യത്ത് ഈ വിമാനം നിർമ്മിക്കാൻ തയ്യാറാകുന്നത്. അപ്പോൾ അതും ഇന്ത്യയെ സംബന്ധിച്ച് നിർണായക ഘടകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് 4.5 തലമുറയിൽപ്പെട്ട വിമാനമാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ പ്രകടന മികവിൽ തൃപ്തരാണ്. നിലവിൽ നമുക്ക് ഏതാണ്ട് 42 സ്ക്വാഡ്രൺ വിമാനങ്ങൾ വേണം എന്നുള്ളതാണ് 71 കണക്ക്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നല്ലോ, ആ സമയത്ത് സൈനിക മേധാവികൾ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം 42 സ്ക്വാഡ്രൺ, അതായത് ഒരു സ്ക്വാഡ്രൺ എന്ന് പറഞ്ഞാൽ മിനിമം 18 വിമാനങ്ങൾ ഒരു സ്ക്വാഡ്രണിലുണ്ടാകും. ഈ 18 വിമാനങ്ങളിൽ മിനിമം 2 എണ്ണമെങ്കിലും പരിശീലന വിമാനങ്ങളാകും. 16 എണ്ണമാണ് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പോകേണ്ടത്. അങ്ങനെ ഉള്ള സ്ക്വാഡ്രണുകളിൽ ഇപ്പോൾ ഏതാണ്ട് 29 മറ്റേ ഉള്ളൂ നിലവിൽ. 42 എണ്ണം വരെ വേണം. 42 എണ്ണം വരെ വേണ്ട സ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ 29 ഉള്ളൂ. ഇപ്പോൾ വിമാനങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവ്. അതിൻ്റെ ഇടയിൽ പ്രതിസന്ധി കുറേ കൂടി രൂക്ഷമാകാനായിട്ട് വേറെ ചില സംഭവങ്ങളുണ്ടായി. നമ്മുടെ റഷ്യൻ നിർമ്മിത മിഗ് എന്ന് പറയുന്ന ഒരു വിമാനമുണ്ട്. അത് പെൻഷൻ പറ്റി. മിഗ് വിമാനം പെൻഷൻ പറ്റി, അവർ റിട്ടയർ ചെയ്തു. അപ്പോൾ ആ വിമാനങ്ങളും ഇല്ലാണ്ടായി. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു 29 സ്ക്വാഡ്രൺ. അപ്പോൾ ആ എണ്ണം പരിഹരിക്കാൻ നമ്മുടെ തേജസ് വിമാനങ്ങളെ കൊണ്ട് സാധിക്കും. പക്ഷേ അതിന് കുറച്ച് കാലതാമസമുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ അടിയന്തരമായിട്ട് നമ്മുടെ അംഗബലം വർദ്ധിപ്പിക്കുക, ആളെണ്ണം കൂട്ടുക. 42 എണ്ണം വേണോ? 71 പറഞ്ഞതല്ലേ? 71 ആ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായ സമയത്ത് ഉള്ള റിപ്പോർട്ടാണ്. ഇതിനിടയിൽ ഈ ഒരു പ്രശ്നം, അതായത് ഈ മിഗ് വിമാനങ്ങൾ കൂടി റിട്ടയർ ചെയ്ത സമയത്ത് നമുക്ക് അടിയന്തരമായി അംഗബലം ഉറപ്പാക്കിയേ പറ്റൂ. നമ്മുടെ വ്യോമസേനാ മേധാവി ഇക്കാര്യത്തിൽ വലിയ അനിഷ്ടം പറയുകയും ചെയ്തു. നമ്മുടെ അംഗബലം കൂട്ടിയില്ലെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകും. അപ്പോൾ അടിയന്തര ഇടപെടൽ എന്ന രീതിയിലാണ് ഇത്രയും വലിയ ഏതാണ്ട് 4 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ ആണ് കരാർ. നമ്മുടെ പ്രതിരോധ രംഗത്തെ ഏറ്റവും വലിയ കരാറായിട്ടാണ് ഈ 114 വിമാനങ്ങൾ കൂടി വരുന്നത്. ഇതിനിടയിൽ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ആദ്യം 36 റഫേൽ വിമാനങ്ങളാണല്ലോ വാങ്ങിയത്. അതിനുശേഷം ഒരു 26 എണ്ണം കൂടി ഈ നേവിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിലവിലിപ്പോൾ വ്യോമസേനയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ നേവി, ഇന്ത്യൻ നാവികസേനയ്ക്ക് അവരുടെ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഉപയോഗിക്കാൻ പര്യാപ്തമായി 26 റഫേൽ വിമാനങ്ങൾ കൂടി നമ്മൾ ഇതിൻ്റെ ഇടയിൽ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ റഫേൽ വിമാനങ്ങളുടെ ഒരു വലിയൊരു വിങ് നമുക്കുണ്ടാകും. ഇപ്പം നിലവിൽ നമ്മുടെ വ്യോമസേനയുടെ മുൻനിര പോരാളിയായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് റഷ്യയുടെ സുഖോയ് MK-30 എന്ന് പറയുന്നൊരു വിമാനമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കട്ടക്ക് നിൽക്കാനായിട്ട് ഈ പുതിയ ഒരു 114 റഫേൽ കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നിലവിലുള്ള വെല്ലുവിളിയെ ഫലപ്രദമായി അത് നേരിടാൻ അത് സാധിക്കും. അതുകൊണ്ടാണ് തൽക്കാലം ഈ 5ാം തലമുറയിൽപ്പെട്ട വിമാനങ്ങളുടെ പുറകെ പോയി സമയം വെറുതെ പാഴാക്കേണ്ട കാര്യം. നമ്മൾ ആ കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റേ കാത്തിരുന്നു പാട്ട് പാടേണ്ടി വരും. അപ്പോൾ അത് ശരിയാകത്തില്ല. കാര്യം ഡിഫൻസിൻ്റെ കാര്യത്തിൽ, രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ അമാന്തമല്ല, ഒരു ചെറിയൊരു പാളിച്ച ഉണ്ടായാൽ പോലും അതിൻ്റെ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. അപ്പോൾ ആ ഒരു പിഴവ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിലവിൽ ഇരിക്കട്ടെ. അതെ, നിലവിൽ നമ്മൾ പക്ഷേ ഒരു ഗുരുതരമായൊരു സാഹചര്യം നിലവിൽ ഇല്ല എന്ന് തന്നെ വേണം കരുതാൻ. കാര്യം പാകിസ്ഥാന് ഇടക്കിടക്ക് ഒരു ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുറഞ്ഞൊരു 3-4 വർഷത്തേക്ക് സൈലന്റ് ആയിരിക്കും. ചൈനയുമായിട്ട് ഒരു അതിർത്തി തർക്കം നമുക്കുണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഇപ്പോൾ ചൈനയുമായിട്ട് വലിയ സൗഹൃദം, ഇന്ത്യയുടെ തലവേദനയായിട്ട് വരുന്നത് വാസ്തവത്തിൽ ഇപ്പോൾ ബംഗ്ലാദേശും തുർക്കിയുമാണ്. അതെ. പക്ഷേ ബംഗ്ലാദേശിനെ ഇന്ത്യക്ക് നേർ പോരാടാൻ ഈ പാണ്ടിലോറിക്ക് മുമ്പിൽ മസിൽ പിടിക്കുന്ന ബംഗ്ലാദേശിന് പുതിയ ഭരണാധികാരിയൊക്കെ വന്നല്ലോ. അതെ, ഭരണാധികാരി വന്നു എന്നുള്ളത് നേരാണ്. അത് ഒരു പരിധിവരെ നമുക്കിപ്പോൾ ഒരു അനുകൂല സാഹചര്യമുണ്ട്. കാര്യം അദ്ദേഹത്തിന് അതിന് മുമ്പുള്ള മുഹമ്മദ് യൂനിസിന്റെ അത്ര തീവ്ര നിലപാടുകളൊന്നും ഇല്ല. പക്ഷേ തുർക്കി അത് പിന്നെ ഒന്നും അറിയാത്ത രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷേ തുർക്കി വലിയൊരു ആശങ്കയാണ്, തീർച്ചയായിട്ടും ആശങ്കയാണ്. കാര്യം തുർക്കി എന്ന് പറയുന്നത് നാറ്റോ സഖ്യത്തിൽപ്പെട്ട വലിയൊരു സൈനിക ശക്തി കൂടിയാണ്.
അമേരിക്കയുടെ ഉറ്റ പങ്കാളിയൊക്കെ തന്നെയാണ്. പക്ഷേ അതൊരു മുസ്ലിം രാഷ്ട്രമാണ്. അതുകൊണ്ട് പാകിസ്ഥാനോട് പെട്ടെന്ന് അതെ 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 ഈ മുസ്ലിം രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയുടെ തലവനാകാനാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തന്നെയാണ് സ്നേഹം അതിന്റെ ഭാഷയിൽ വന്നുവിട്ടത്. അതിന്റെ കാരണവും വ്യക്തമാണ്. കാര്യം ഒരു മുസ്ലിം രാഷ്ട്രം ഇന്ത്യക്കെതിരെ പോരാടുമ്പോൾ ആ മുസ്ലിം രാഷ്ട്രങ്ങളുടെ തലതൊട്ടപ്പനായി മറ്റൊരു രാഷ്ട്രം വരും. അങ്ങനെയാണ് തുർക്കി രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പോഴും ഇപ്പോൾ അതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. ഇതിന്റെ ഇടയിൽ ഒരു കോമഡി ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ സൗദി അറേബ്യയും പാകിസ്ഥാനുമായിട്ടൊരു പ്രതിരോധ കരാറുണ്ടായി. അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞത് എന്താ, ഇന്ത്യ എങ്ങാനും പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സൗദി കയറി ഇടപെടും എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് എനിക്ക് വേണ്ടി രമണൻ ഗോദയിലേക്ക് ഇറങ്ങും ആ ഒരു ലൈനിൽ പറഞ്ഞു. പക്ഷേ സൗദി ഇന്ത്യയുടെ ഒരു വലിയൊരു സൗഹൃദ രാഷ്ട്രമാണ്. അവര് ഒരു കരാറിനപ്പുറം അതിൽ യാതൊരു മാറിയിട്ടുണ്ടല്ലേ സൗദിയൊക്കെ. അതെ അതെ അതെ. അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ മലയാളികളടക്കമുള്ള പ്രവാസികൾ വസിക്കുന്ന ഒരു രാജ്യം കൂടിയാണല്ലോ, ഒരു സൗഹൃദ രാഷ്ട്രമാണ് അത്. അപ്പോൾ ആ വെറും ഒരു കരാർ എന്നതിനപ്പുറം പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളൊക്കെ ഇന്ത്യയോട് വളരെ അടുപ്പം തന്നെയാണ്. ഉറപ്പായിട്ടും. കാര്യം ഇപ്പോൾ ഇറാൻ സംഘർഷം ഉണ്ടായപ്പോൾ പോലും, ഇറാൻ എന്ന് പറയുന്ന അത്ര വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് പോലും ഇന്ത്യക്കാരായ ആൾക്കാരെ സുരക്ഷിതമായി ഇവിടേക്ക് എത്തിക്കാനായിട്ട് നിലപാടെടുത്തൊരു രാഷ്ട്രമാണ്. 7 വർഷത്തിന് ശേഷം അവിടുന്ന് ഒരു എണ്ണക്കപ്പൽ പോലും ഇന്ത്യയെ തേടി എത്തി. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുഴുക്കുത്തിനപ്പുറം മറ്റു പല രാജ്യങ്ങളും ഇന്ത്യയുടെ സൗഹൃദ ലിസ്റ്റിലാണെന്നേ. ഏതായാലും നമുക്ക് റഫേൽ വിമാനത്തിന്റെ കാര്യത്തിലേക്ക് തന്നെ സംസാരിച്ചുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അപ്പോൾ 114 വിമാനം ഇന്ത്യ വാങ്ങാൻ പോകുന്നു. അത് ഏറ്റവും അവശ്യഘട്ടത്തിലാണ് എന്ന് തന്നെ നമുക്ക്